സംസ്ഥാനത്തെ ജെ.ഡി.എസിൽ വീണ്ടും പിളർപ്പ്. ആർ.ജെ.ഡി, സമാജ്വാദി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തും. ആവശ്യമെങ്കിൽ ലയിക്കാൻ തയ്യാറെന്ന് മുതിർന്ന ജെ.ഡി.എസ് നേതാവ് എ. നീലലോഹിദാസൻ നാടാർ. കേരളത്തിലെ നേതാക്കൾ പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും ദയാവധത്തിന് വിട്ടുകൊടുക്കുന്നുവെന്ന് നീലലോഹിദാസൻ നാടാർ വിമർശിച്ചു. അത് അവരുമായി ചർച്ച ചെയ്ത് ആ സഹകരണത്തെ സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ തീരുമാനിക്കുന്നതിനാണ് ഒക്കെ. അതിനൊക്കെ കൂടെയാണ് ഈ 21 പേരെ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ലയനം ആവശ്യമാണെങ്കിൽ ലയനം, അല്ലെങ്കിൽ വെറും ഒരു ഏകോപനം മാത്രമാണെങ്കിൽ അങ്ങനെ അത് അവരുമായുള്ള ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടും. വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ലയനം ആവശ്യമെങ്കിൽ അതിനും തയ്യാർ, ആ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. ഈ മാസം 13-ന് ജെ.ഡി.എസിന്റെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് വെച്ച് ചേരാനിരിക്കെയാണ് ഇങ്ങനെ ഒരു ബദൽ നീക്കം ഉണ്ടായത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് നീലലോഹിതദാസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കൊച്ചിയിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ചില നിലപാടുകൾ എടുത്തിരിക്കുന്നതിൽ പ്രധാനമായും പറയുന്നത് ചില നേതാക്കൾ അവർ ഈ പാർട്ടിയെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും ഒക്കെ ദയാവധത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സുഖലോലുപരായി കഴിയുന്നു. ആ നേതാക്കളിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ഘട്ടമെന്ന നിലയിൽ ഈ ആർ.ജെ.ഡി അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചേർന്ന യോഗത്തിന് ശേഷമുള്ളതാണ് ഈ തീരുമാനങ്ങൾ. ആവശ്യമെങ്കിൽ ലയിക്കാൻ തയ്യാറാണെന്നും ലോഹിതദാസ് പറയുകയാണ്. അദ്ദേഹം പറയുന്ന മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില നേതാക്കൾ ഇത്തരത്തിൽ സുഖലോലുപരായി കഴിയുകയാണ്. അതായത് ഈ പാർട്ടിയും പ്രവർത്തകരെയും ഒക്കെ തന്നെ ഇങ്ങനെ ദയാവധത്തിന് വിട്ടു നൽകിക്കൊണ്ടാണ് അവർ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അത് വീണ്ടും ഒരു പിളർപ്പിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നുവെന്ന് കൂടി തന്നെ നമുക്ക് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് CK നാണു രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ചില നേതാക്കൾ കൂടി ഇന്ന് ഈ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏതാണ്ട് ഒരു 21ഓളം ആളുകൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുന്നതിന് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും നീലലോഹിതദാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത്തരത്തിലൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ തലത്തിലുള്ള ജനതാ പരിവാറിലെ മറ്റ് പാർട്ടികളുമൊക്കെയായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മാത്യു ടി തോമസിനും കെ കൃഷ്ണൻകുട്ടിക്കുമെതിരെ ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹം രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ ഇരു നേതാക്കളും രണ്ടുപേരും എടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു വിമർശനം. ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ വൈകുന്നുവെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രാദേശിക പാർട്ടി എന്ന തരത്തിൽ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വേണമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇന്ന് നടന്ന യോഗത്തിൽ ചർച്ചയായത്. അതായത് വീണ്ടും പിളർപ്പിലേക്ക് പോകുന്നു, ആവശ്യമെങ്കിൽ ലയനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്നും വ്യക്തമാക്കുകയാണ് സ്മിത. ശരി, വിനിത വിജയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്തെ ജെ.ഡി.എസ് വീണ്ടും പിളർപ്പിലേക്ക്. ആർ.ജെ.ഡി സമാജ്വാദി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തും. ആവശ്യമെങ്കിൽ ലയിക്കാൻ തയ്യാറെന്നും മുതിർന്ന ജെ.ഡി.എസ് നേതാവ് നീലലോഹിതദാസ് നാടാർ പറഞ്ഞു.